നിന്റെ മനസ്സിലിപ്പോ എന്താണെന്ന് നീ എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണ്ട. അതൊക്കെ എനിക്കറിയാം. ഗണിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ചോദിക്കുന്ന എന്തിനാ? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇതിലപ്പുറം വിശദീകരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ കാർത്തിമോനോട് ചെന്ന് ചോദിക്കും. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്കെന്ത് അഭിപ്രായ സ്വാതന്ത്ര്യം? സ്വന്തം ഭർത്താവിന്റെ ഒരു അസുഖം പിടിപെട്ടാൽ തിരിഞ്ഞു നോക്കാൻ മനസ്സ് കാണിക്കാത്തവളാ നീ. അവൾ അഭിപ്രായം പറയാൻ വന്നിരിക്കുന്നു. നീയൊക്കെ ഈ നന്ദനയുടെ ജീവിതമൊക്കെ പാഠപുസ്തകമാക്കണം. എന്നിട്ട് ത്യാഗം എന്താണെന്ന് പഠിക്ക്. കമ്പയർ ചെയ്ത് മനഃപൂർവ്വം തന്നെ മനസ്സിലാക്കിക്കോ. തൃപ്തിയായല്ലോ മാലതി. ഒരു ത്യാഗദേവത നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, കരുതിയിരുന്നോ? തേപ്പുകാരിക്ക് ഇതെന്തു പറ്റി? കാർത്തിയെ തേച്ചിട്ട് എന്റെ ആങ്ങളുടെ കൂടെ നാടെമ്പാടും ഓടി. ഒടുവില് അവനെയും തേച്ചിട്ട് ദേ ഇവിടെ. ഈ കിടപ്പിലെന്തോ പന്തികേടുണ്ടല്ലോ. കീടനാശിനിയുടെ ആളാ. ഇനി അത് കഴിച്ച് പടിയായോ? മൈഥിലി, 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 മൈഥിലി. ഇത് പ്രശ്നമാണല്ലോ ദൈവമേ. മൈഥിലി, മൈഥിലി, മോനെ കാർത്തി, കാർത്തി. എന്താ എന്താ മൈ? മൈഥിലി എഴുന്നേക്കുന്നില്ല. മൈഥിലി, 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 എണീക്കാൻ. മൈഥിലി, എഴുന്നേക്കാൻ. മൈഥിലി, 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 കണ്ണു തുറക്ക്. മൈഥിലി, ഇവള് കണ്ണു തുറന്നല്ലോ. എഴുന്നേക്ക്. മൈഥിലി, എന്താ എന്തു പറ്റി? കാർത്തി, എന്തൊരു തരികടയാ. മൈഥിലി, നിനക്ക് എന്തു പറ്റിയതാ? എനിക്ക് നല്ല സുഖമില്ല കാർത്തി. ഭയങ്കര ക്ഷീണം. ഒത്തിരി ഉറങ്ങി. എഴുന്നേക്കാൻ തോന്നുന്നില്ല കാർത്തി. ഇവള് വല്ല മയക്കുമരുന്നും കഴിച്ചോ?
തല കറങ്ങി വീണ് ഉറങ്ങിപ്പോയതാ. എനിക്ക് വയ്യ കാർത്തി. ഇവിടെ എലിക്ക് വിശക്കുമ്പോ കൊടുക്കാൻ വെച്ചിരുന്ന വിഷം വല്ലതും എടുത്ത് കഴിച്ചോ മൈഥിലി? എന്താ മീനാക്ഷി ഇത്? ഒരാൾ സുഖമില്ലാതെ കിടക്കുമ്പോഴാണ് ഇങ്ങനെ ചിരിക്കുന്നത്. എനിക്ക് വയ്യ. എന്നൊരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവോ കാർത്തി? പിന്നെന്താ, കൊണ്ടുപോകാമല്ലോ. വാ, എഴുന്നേക്ക്. ആ അതൊന്നും വേണ്ട. ഇവക്കേ അന്നാ വിഷം അടിച്ചെന്റെ ക്ഷീണോ. ഇവിടെ ഒരു മെയിൽ നഴ്സ് ഉണ്ടല്ലോ, അയാളെ കാണിച്ചാ മതി. ആ, അത് ശരിയാണല്ലോ. മീനാക്ഷി ചെന്ന് ആ റോബിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. ചെറിയമ്മ ഒന്ന് വിളിച്ചോണ്ട് വരുമോ? കാർത്തി, എനിക്ക് ദാഹിക്കുന്നുണ്ട് കാർത്തി. ആ അതിനെന്താ, ഇവിടെ വെള്ളം ഉണ്ടല്ലോ. ആ ദാ കുടിക്ക്. കുടിക്ക്. എന്താ പറ്റിയതാ? ആ, അത് ക്ഷീണമാണെന്നാ പറയുന്നത്. ഒന്ന് നോക്കി. അനീമിക്കാണ്. ഈ മേഡം ഭക്ഷണം തീരെ കുറച്ചാണ് കഴിക്കുന്നതെന്ന് തോന്നുന്നു. പോഷകാഹാരത്തിൻ്റെ കുറവാണ്. വൈറ്റമിൻ ഡിയുടെ കുറവും കാണുന്നു. പ്രോട്ടീൻസ് ഉള്ള ഫുഡും കഴിക്കണം. എന്തായാലും വൈകാതെ ഒരു ഫിസീഷ്യൻ്റെ സഹായം തേടണം. അതിനെന്താ, നാളെ തന്നെ ഒരു ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോവാ. തൽക്കാലം ക്ഷീണം മാറാനേ ജ്യൂസും നല്ല ആഹാരം കഴിക്കട്ടെ. ഓക്കെ ഓക്കെ. ഒരു കാര്യം ചെയ്യുക, ഞാൻ ഫുഡ് കഴിക്കാൻ വരുമ്പോൾ മൈഥിലിയും കൂടെ കൊണ്ടുപോവാ. മൈഥിലിയെ ഫുഡ് കഴിപ്പിക്കാനേ എനിക്കറിയാം. നിന്നെ ഞാൻ ശരിയാക്കി തരാടി. ഒന്നും അല്ലെങ്കിൽ ദേ ഈ കൈ കൊണ്ട് നീ തീരും. കാർത്തി വന്നില്ലേ? കാർത്തി വരുവോ വരാതിരിക്കോ ചെയ്യും. നിനക്ക് വേണമെങ്കിൽ കഴിച്ചിട്ട് പോ. അല്ല, ഏതർത്ഥത്തിലാ നീ കാർത്തി കാർത്തി എന്ന് വിളിക്കുന്നത്? നിന്റെ മടിയിലിരുത്തിയാണോ ACPക്ക് പേരിട്ടിരിക്കുന്നത്? കാർത്തിക് സാറെന്ന് വിളിച്ചാ മതി കേട്ടോ. ഇല്ലെങ്കിൽ പണി പാൽപായസത്തിൽ തരുവേ. ഓസിലുണ്ണി കഴിക്കാൻ റെഡിയായിട്ട് വന്നല്ലോ. അതെ, കോഴിക്കാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് അവളുടെ തോളത്ത് വെച്ചു കൊടുക്ക്. കുറച്ചു കാലം പട്ടിണിയും പരിവട്ടമൊക്കെ ആയിരുന്നല്ലോ. പഴഞ്ചോറ് മൈഥിലി. ഞാൻ കാർത്തിയുടെ ഗസ്റ്റാ, അതാരും മറക്കരുത്. കാർത്തിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഗോസ്റ്റാന്ന് പറയാതിരുന്നത് ഭാഗ്യം. ഇവക്ക് യാതൊരു ഉളുപ്പുമില്ലെന്നാ എനിക്ക് സംശയം. മുക്കാലും നനഞ്ഞവർക്ക് പിന്നെ മുങ്ങിയാലും തണുക്കില്ലല്ലോ. വാ ഇരിക്ക. എഴുന്നേൽക്കണ്ട മൈഥിലി, സുഖമില്ലാതിരിക്കുമ്പോ എഴുന്നേൽക്കുന്ന എന്തിനാ? ഓ, അവനെ കണ്ടപ്പോ അവക്കൊരാവശ്യത എന്ന് വെച്ചാ ഇള്ള പിള്ളയല്ലേ, കൊഞ്ചും ചിലങ്കൈ. പണ്ടേ ദുർബല, പിന്നെ ഗർഭിണി എന്ന് പറയുന്ന പോലെ. ഒരാൾക്ക് സുഖമില്ലാതിരിക്കുമ്പോ എന്തിനാ അമ്മ ഇങ്ങനെ ഹറാസ് ചെയ്യുന്നത്? അയ്യോ, ഞാനൊന്നും പറയുന്നില്ലേ. എന്ത് വേണേലും ആയിക്കോ. എന്തും കഴിക്കും മൈഥിലി, കഴിക്ക. വേണ്ട കാർത്തി, മതി
മതി. നീ ഇതൊന്നും കാണുന്നില്ലേ? കൺട്രോൾ വിട്ട് പെരുമാറണ്ട. ACP ജോലിയും കഴിഞ്ഞ് ക്ഷീണിതനായി വന്നതാ. വല്ലതും കഴിച്ചോട്ടെ. അമ്മായി കഴിക്കുന്നില്ലേ? ഇപ്പൊ വേണ്ടായേ, എനിക്ക് വയറ് നിറഞ്ഞു. ഇന്ന് എന്തൊക്കെയായിരുന്നു കാർത്തി ഡ്യൂട്ടി? നല്ല ദിവസമായിരുന്നോ? വളരെ നല്ല ദിവസമായിരുന്നു. വെരി ഗുഡ്. ഇന്ന് അഡ്വഞ്ചേഴ്സ് ഒന്നും ഇല്ലായിരുന്നോ? ഏതെങ്കിലും ക്രിമിനലുകളെ തല്ലി വീഴ്ത്തിയോ? ഏയ്, പോലീസ് ഉദ്യോഗസ്ഥർക്ക് എല്ലാ ദിവസവും അങ്ങനെയൊന്നുമില്ല മൈഥിലി. എന്തൊക്കെയായാലും കാർത്തികിനെ പോലെ ഇത്രയും ആത്മാർത്ഥതയുള്ള ഒരു പോലീസുകാരൻ ആ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവില്ല. എന്തൊരു ധൈര്യ കാർത്തിക്ക്! ഒരിക്കൽ 5 ഗുണ്ടകളല്ലേ ഒറ്റയ്ക്ക് അടിച്ചു വീഴ്ത്തിയത്. ഫൈറ്റ് ചെയ്യാൻ കാർത്തികിനോളം കഴിവുള്ള ഒരാളും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ കാണില്ല. എന്റെ അമ്മോ, എന്തൊരു തള്ളു! തള്ളിനൊരു ന്യായമൊക്കെ വേണ്ടേ? കഴിക്കുന്നത് ചപ്പാത്തിയാ, പുട്ടല്ല കേട്ടോ. സഹിക്കാൻ വയ്യാത്ത തള്ളു. മൈഥിലി, എന്താ എന്താ പറ്റിയത്? നീ എന്തിനെ തലക്കടിച്ച്? നീ വിക്കി മരണവെപ്രാളം കാട്ടിയിട്ട് ആർത്തി ഉണ്ടെന്ന് കരുതി ഇങ്ങനെ വലിച്ചു വാരി വിഴുങ്ങരുത്. ആഹാരമേ തൊണ്ടേ കുടുങ്ങും. കേട്ടോ കാർത്തി, എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങള്. ACP, ഈ സ്ത്രീയുമായിട്ടുള്ള ഡിവേഴ്സിന്റെ കാര്യങ്ങൾ എന്തായി? ആ ദേ അങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കും. ഇത് കൂടുതൽ കാലം കൺട്രോൾ ചെയ്തു പോകാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാനെന്തായാലും പെരുമാറിപ്പോവും. അതിലേക്ക് കടക്കായിരുന്നു മീനാക്ഷി ഞാൻ. നമ്മുടെ ആ അഡ്വക്കേറ്റിന് ഒരല്പം തിരക്കുണ്ട്. അദ്ദേഹം ഒരു 2 ദിവസത്തിനകം ഇവിടെ വരും. ഇവരുടെ മുമ്പിൽ അഭിനയിച്ച് നിൽക്കണം, അല്ലാതെ മറ്റൊരു വഴിയില്ല. ഡിവോഴ്സിന് ഇനി താമസിക്കരുത് കാർത്തി. കാർത്തി എന്നെ ഡിവോഴ്സ് ചെയ്താലല്ലേ മീനാക്ഷി കാർത്തിക്ക് കല്യാണം കഴിക്കാൻ പറ്റൂ. ലീഗലായി കാർത്തിയുടെ ഭാര്യ അല്ല മീനാക്ഷി. നിയമപരമായിട്ട് ഞാനാ കാർത്തിയുടെ ഭാര്യ എപ്പോഴും. നീ എന്തടി പറഞ്ഞു? ഞാൻ ACPയുടെ ഭാര്യ അല്ലെന്നോ? ദേ, നീ പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം ഞങ്ങൾക്ക് വ്യക്തമായി. മീനാക്ഷി എന്റെ മകൻ കാർത്തികിന്റെ ഭാര്യ. നീ ഇവനെ ഉപേക്ഷിച്ചു പോയ അന്ന് ഇവൻ താലി കെട്ടിയ ഇവന്റെ മുറപ്പെണ്ണ്. നീയും വൈശാഖും കൂടി ഒളിച്ചോടാൻ കൂട്ടുനിന്നത് ഞാനാണെന്നുള്ള കള്ളക്കത്ത് എഴുതി വെച്ചിട്ട് പോയ നിന്നെ ഞാൻ വെറുതെ വിടുന്നത് പേടിച്ചിട്ടല്ല. നീ ചവറ്റുകുനിയിൽ ഇട്ടിട്ട് പോയ ആ കുഞ്ഞിനെ ഓർത്തിട്ടാ. എന്റെ ഭർത്താവിന്റെ മുൻപിൽ വെച്ച് നീ കൂടുതൽ വെളച്ചിലെടുത്താലേ നിന്നെ. നിക്ക് ബാക്കി ഞാൻ പറയാം. നിന്നെ വട്ടം കണ്ടിച്ച് കടലിലെറിയാത്തതേ നീ ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന എന്റെ മോനെ ഓർത്താ. ദേ, എന്റെ മീനാക്ഷിയെ കരയിപ്പിക്കാൻ ശ്രമിച്ചാലേ നിന്നെ ഞാൻ പരലോകം എന്ന പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തും. മനസ്സിലായിടി? എന്തിനാ അമ്മ ഈ ബഹളം? അവളുമായിട്ടുള്ള ഡിവോഴ്സ് വാങ്ങാൻ എന്റെ ശ്രമം. അതെന്തിനെങ്ങനെ തടസ്സപ്പെടുത്തുന്നേ? എന്റെ മോളെ, നീ വിട്ടുകൊടുക്കരുത്. ഇവള് മേനി ചമഞ്ഞ് നടക്കുന്നത് കാർത്തിയുടെ മനസ്സിലാക്കാനാ. ആണുങ്ങളുടെ മനസ്സ് കാട്ടുകുരങ്ങനെ പോലെയാ. അതിങ്ങനെ പല മരങ്ങൾ ചാടി നടക്കും. സൂക്ഷിക്കണം.
ശരി അമ്മായി. ഉം. ഹേ മതി മതി. അങ്ങനെ പറഞ്ഞാ പറ്റത്തില്ല. ആന്റിബയോട്ടിക്കുകൾ ഉൾപ്പെടെ ഒത്തിരി മരുന്നുകൾ ഉള്ളതാ. നന്നായിട്ട് ആഹാരം കഴിച്ചേ പറ്റൂ. മേഡം പറയുന്നത് കറക്റ്റാണ്. ഫുഡ് കഴിച്ചില്ലെങ്കിൽ ക്ഷീണം ഉണ്ടാവും. തൃപ്തിയായി. മതി ദേവി. എഴുന്നേക്കണ്ട. എഴുന്നേറ്റ് നടന്നാലേ ബെഡ് റെസ്റ്റിന്റെ ഫലം അങ്ങ് പോവില്ലേ? അല്ലേ? അതെ അതെ. കഴിവതും വളരെ അത്യാവശ്യത്തിന് മാത്രം ബെഡിൽ നിന്ന് എഴുന്നേൽക്കുക. ടോയ്ലറ്റിൽ പോവാൻ എന്തായാലും എഴുന്നേൽക്കണമല്ലോ. ശരി മേഡം. മരുന്നുകൾ ഞാൻ കൊടുത്തേക്കട്ടെ? കൊടുത്തേക്ക് മേഡം. സത്യത്തിൽ ഇവിടെ ഒരു നേഴ്സിന്റെ ആവശ്യമില്ല. പിന്നെയെല്ലാം മേഡം ചെയ്യുന്നുണ്ടല്ലോ. അല്ല, ഞാൻ റോബിനെ ഒന്ന് സഹായിച്ചെന്നേ ഉള്ളൂ. രാത്രിയാണല്ലോ റോബിന്റെ ആവശ്യം. ഒന്ന് ശ്രദ്ധിച്ചോളണേ. പിന്നെ അതെന്താ മേഡം അങ്ങനെ പറയുന്നേ? പേഷ്യന്റ് ഉറങ്ങുമ്പോ ഉറങ്ങാതെ നോക്കുന്നതാണല്ലോ ഒരു നേഴ്സിന്റെ കടമ. ഞാൻ നോക്കിക്കോളാം മേഡം. മേഡം പേടിക്കൊന്നും വേണ്ടെന്നേ. സൂക്ഷിച്ച്. നല്ല ഭക്ഷണം. അതിലൊക്കെ ഉപരിയായി എൻ്റെ ദേവിയുടെ പ്രാർത്ഥനകൾ കൊണ്ടാ ഞാൻ ഇങ്ങനെയെങ്കിലും ജീവിക്കുന്നത് തന്നെ. എന്താ ചേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ചേട്ടനൊന്നുമില്ല, ഒന്നും വരില്ല. സമാധാനായിട്ട് ഉറങ്ങിക്കോളൂ. ഞാൻ രാവിലെ ബെഡ് കോഫി എടുത്തിട്ട് വരാം. ദേവി, ഒരിത്തിരി നേരം കൂടി എൻ്റെ അടുത്തിരുന്നിട്ട് പോകരുതോ? നിങ്ങൾ ഒന്ന് പുറത്തു പോകാവോ? ഞാൻ വിളിക്കാം. പിന്നെന്താ? എനിക്ക് അയാളെ ഇഷ്ടമല്ല. എൻ്റെ ദേവിയുള്ളപ്പോൾ എനിക്കെന്തിനാ ഒരു നേഴ്സ്? ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യമായിപ്പോയി. ആ റോബിൻ നല്ല ചെറുപ്പക്കാരനാ ചേട്ടാ. അയാളോട് ദേഷ്യപ്പെടണ്ട. ചേട്ടന്റെ അസുഖം ഭേദാവുന്നവരെ അടുത്തൊരാള് വേണം. അതാ അമ്മയും കാർത്തിയും കൂടി ഇങ്ങനൊരു തീരുമാനം എടുത്തേ. ദേവി, ഇവിടെ ഇരിക്കുവോ?
എനിക്ക് സമാധാനവും സന്തോഷവും കിട്ടാൻ എൻ്റെ ദേവിയുടെ ഒരു നോട്ടം മാത്രം മതി. ഒരു നേഴ്സും വേണ്ട.